നമ്മൾ പല വിഷയങ്ങളിൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവർക്ക് വേണ്ടിയെല്ലാം തുറന്ന് പ്രാർത്ഥിക്കാം. വൈശാഖ സുഖമില്ലാതെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാം. വീഴ്ച ഉണ്ടായിരുന്നല്ലോ, തുറന്ന് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങളിലും ശ്രീരഞ്ജനി സോറി യാത്ര ചെയ്ത് വൈകുന്നേരമായിട്ട് എത്തിയോ? ഓക്കെ. സോറി മകളുടെ കാര്യത്തിലും ഭാവി കാര്യത്തിന് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളും മധുസോറിൻ്റെ കുടുംബത്തിന് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കണം. മക്കളുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പല വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം വരാൻ സാധിക്കാത്തവർക്ക് ഇന്ന് ടി അങ്കളും ആരാധന സോറി പലരും സുഖവും സൗകര്യം എല്ലാം സുഖമില്ലാതിരുന്നു. അവർക്കെല്ലാം വരാനിടയായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് അനവധി നന്മകളാൽ നമ്മളെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ 7 സഭകളുടെ എഴുത്തുകളെ കുറിച്ച് നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലായിരിക്കുന്ന കുറിച്ച് കർത്താവ് എങ്ങനെ സഭകളെ കുറിച്ചൊരു ചിത്രം വരാൻ അവിടെ നടക്കുന്ന സമയത്ത് കർത്താവ് എഴുതിയ സമയത്ത് യോഹന്നാൻ അപ്പോസ്തലൻ 95 AD എഴുതിയ സമയത്ത് നിൽക്കുന്ന സഭകളുടെ സാഹചര്യങ്ങളും ഇനിയും വരാൻ പോകുന്ന സഭകളുടെ സ്വഭാവവിശേഷതകളും നമ്മളുടെ അത് പിന്നിൽ നമ്മൾ അവസാനം കർത്താവ് വരവ് വരെ ഇരിക്കുമ്പോൾ എങ്ങനെ സഭകളെല്ലാം ആയിത്തീരും എന്നെല്ലാം ഒരു ചിത്രം നമ്മളും അത് മുഖാന്തരം ചില പാഠങ്ങളെ പഠിച്ച് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാൻ വേണ്ടി കർത്താവ് എത്ര സ്നേഹപൂർവ്വം ആലോചിച്ച് നോക്കില്ലേ. ഞാനിതെല്ലാം വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കർത്താവ് എത്ര വാർണിങ്സാണ്, എത്ര എച്ചരിക്കകളാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയൊക്കെ നമുക്ക് നമ്മൾ വഴി മുഴുവനും ആപത്തുണ്ട് നല്ല ബോർഡുകൾ റോഡിൽ കൂടെ ഓടുമ്പോൾ നമ്മൾ അപ്പോഴും 100 മൈൽ 150 മൈൽ സ്പീഡിൽ പോയാൽ ആപത്ത് വന്നാൽ പിന്നെ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സ്പീഡ് ബ്രേക്കർ ഉണ്ടെന്ന് പറഞ്ഞ് വലിയതായിട്ട് സ്പീഡ് ബ്രേക്കറിനെ കുറിച്ച് ഒരു അടയാളം അവിടെ വെച്ചിട്ട് ഈ സ്ഥലത്ത് പല ആപത്തുകളും നടന്നിട്ടുണ്ടെന്ന് അടയാളം വെച്ചിട്ടും ആൾക്കാർ കണ്ണടച്ച് ഓടിച്ചാൽ എങ്ങനെയായിരിക്കും? പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദൈവം നമുക്കെല്ലാവരെയും നമ്മളെ സ്നേഹിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ നമുക്ക് ഇനിയൊരു തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്ന് അന്നത്തെ കാലത്തിലെ കുറിച്ചുള്ള സ്വഭാവം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഇങ്ങനെയെല്ലാം സംഗതികളെല്ലാം ആയിത്തീരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങളൊന്ന് അനുദപിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങളൊന്ന് മടങ്ങി വന്ന് എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന ഒരു ചിത്രമാണ് നമ്മൾ 7 സഭകൾക്ക് കർത്താവ് എഴുതിയ എഴുത്തുകളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ കണ്ടത് എന്തുവാ? എഫെസ്യർ സഭയെ കുറിച്ചുള്ള സ്വഭാവ വിശേഷതയെ കണ്ടത്. എഫെസ്യർ സഭ നമ്മൾ കർത്താവ് വന്ന് കഴിഞ്ഞിട്ട് 33 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് ഇവിടുന്ന് കടന്നു പോയപ്പോൾ കർത്താവ് പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ആ സഭാകാല സമയത്തുണ്ടായ സ്വഭാവം അവിടെ കാണുന്നത് 33 AD തൊട്ട് 100 AD വരെ ഒരു സ്വഭാവം. അത് അവിടെ മാത്രമല്ല, ഈ സ്വഭാവം ഈ പറഞ്ഞിരിക്കുന്ന വിശേഷങ്ങൾ നമ്മളും തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതങ്ങളിലും അവിടെ വന്ന കുറവ് നമുക്കും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നിലുള്ളവർക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് കണ്ടത്, ഞാൻ അത് വീണ്ടും ഒത്തിരി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എഫെസ്യർ സഭയെ കുറിച്ചും സ്മിർന സഭയെ കുറിച്ചും നമ്മൾ കണ്ടത്. എഫെസ്യർ സഭയെ നമ്മൾ മെയിനായിട്ട് കണ്ടത് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ സമയത്ത് അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? അക്വില പ്രിസ്കില്ല ഉണ്ടായിരുന്നു, തിമോത്തിയോസ് ഉണ്ടായിരുന്നു, പൗലോസ് ഉണ്ടായിരുന്നു, അപ്പൊല്ലോസ് ഉണ്ടായിരുന്നു. പൗലോസ് തന്നെ 2 വർഷത്തിന്റെ മേളില് ആ സഭയിൽ പ്രവർത്തിച്ച, ഇതെല്ലാം കഴിഞ്ഞ് നല്ല മാതൃകയുള്ള ഒരു സഭയായിട്ടും കൂടെ എല്ലാ പ്രമാണങ്ങളും പഠിപ്പിച്ച് അവിടെ പറയുന്നത്, അവിടുത്തെ പ്രവർത്തനം നടന്നപ്പോൾ ഏഷ്യ മുഴുവനും ലോകം മുഴുവനും കുത്തിമറിഞ്ഞ് ഈ സുവിശേഷം അതിനെ മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ആ കാലഘട്ടത്തിലെ സുവിശേഷം പടർന്ന് പന്തലിച്ച് പലരുടെ ജീവിതങ്ങളും അത് സ്പർശിച്ച ഒരു അനുഭവമായി എഫെസസിലുണ്ടായിരുന്നത്. ആ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്തുവാ? നിങ്ങൾക്കെല്ലാം ഉണ്ട്, പിന്നെ എന്താ ഇല്ല? ആദ്യ സ്നേഹം വിട്ടുപോയി.
എല്ലാം ഉണ്ട്, പ്രമാണങ്ങളുണ്ട്. അവിടെ രണ്ടാം വാക്യം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വായിക്കാം, ഞാൻ നിന്റെ പ്രവൃത്തിയേക്കാൾ അതൊന്ന് വായിക്കാമോ? രണ്ടാം വാക്യം മാത്രം, 2:2. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളല്ലാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും അത് നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. 4 കൂടെ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. എല്ലാ രീതിയിലും ഒരു തികഞ്ഞ സഭ അപ്പോസ്തല കാലഘട്ടത്തിലുണ്ടായിരുന്ന സഭ എല്ലാം ഉണ്ടായിരുന്നു. സഹിഷ്ണുത ഉണ്ട്, മാത്രമല്ല വേറെ കഷ്ടങ്ങളുടെ അവിടെ സഹിഷ്ണുത ഉണ്ട്, പ്രമാണങ്ങളെ കുറിച്ച് ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല പ്രവർത്തിക്കുന്ന സഭ, അധ്വാനിക്കുന്ന സഭയും എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹത്തിലും കൂടെ സ്നേഹത്തോട് പല കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ എന്തോ ആദ്യ സ്നേഹമില്ലാതെ, സ്നേഹമില്ലായിരുന്നില്ല, ആദ്യ സ്നേഹം കർത്താവിനോട് വേണ്ടി വെച്ച ആദ്യ സ്നേഹം അവർ വിട്ടുപോയി. അപ്പോൾ അവിടെ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലും നീ അത് മടങ്ങി വന്നില്ലെങ്കിൽ, ആദ്യ സ്നേഹം പറഞ്ഞാൽ ഒരു പ്രത്യേക കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ. നമ്മളുടെ വിവാഹ സമയത്തുള്ള ബെത്രോത്തൽസിലെ കല്യാണ നിശ്ചയത്തിന്റെ സമയത്തുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കും? അതുപോലൊരു സ്നേഹമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ള ഒരു കുറവ്, അത് നിങ്ങൾ മടങ്ങി, അത് ഇത്രയും ഉണ്ടായിട്ടും കൂടെ നിങ്ങൾ മടങ്ങി നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ എന്തു പറയും? നിന്റെ വിളക്കിനെ എടുത്ത് മാറ്റിക്കളെന്ന് പറഞ്ഞാൽ ഈ സഭ തന്നെ കുറച്ച് നാളാവും ഇല്ലാതെയാവും. എന്തു പറയുന്നത്? എല്ലാം ഉണ്ടായിട്ട് ആദ്യ സ്നേഹമില്ലാതെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യ സ്നേഹമുണ്ടോ? നമ്മൾ ആദ്യ സ്നേഹം നമുക്ക് എല്ലാം, നമ്മൾ ഈ കാലഘട്ടത്തെ സഭകൾ പിന്നെ കാണാം, ചൂടുമില്ല, ഉഷ്ണമാനമല്ല, ശീതമാനമല്ലാത്ത നിലയിലായി. അപ്പൊ ആദ്യ സ്നേഹത്തെ കുറിച്ചൊന്നും പറയേണ്ട. ഒന്നുമില്ലാത്ത കണ്ടീഷൻ ആയി തീർന്നോ എന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ എല്ലാം ചെയ്തിട്ട് കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും ആദ്യ സ്നേഹത്തെ നമ്മൾ വിട്ടുപോയാൽ കർത്താവിന് അത് താല്പര്യമില്ല. നമ്മൾ മടങ്ങി വന്ന് നമ്മളൊക്കെയും ആദ്യ സ്നേഹം തന്നെ വേണമെന്ന് അവിടെ പറഞ്ഞു. എന്നിട്ട് താഴോട്ട് പോയാൽ രണ്ടാമത്തെ സഭയെക്കുറിച്ച് കൂടുതൽ എടുത്തു പറഞ്ഞെന്തുവാ? അവരെ കുറിച്ച് ഒരു കുറ്റമേ പറഞ്ഞിട്ടില്ല. 2 സഭകളെ കുറിച്ച് അവിടെ കുറ്റം പറയാത്തത് ഈ സ്മിർന എന്ന് പറഞ്ഞ രണ്ടാമത്തെ സഭയും പിന്നെ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ സഭയാണ്, 6ാമത്തെ സഭ, 6ാമത്തെ സഭയെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്മിർനയിലുള്ള വിശേഷത എന്തുവാ? അവർ കഷ്ടതയിൽ കൂടെ, അവിടുത്തെ ഉപദ്രവങ്ങൾ കൂടെ കടന്നുപോയ സഭയാണ്. അതിനർത്ഥം എന്തുവാ? ഒരു വിശ്വാസിയെ ശരിക്കും ഉപദ്രവം കൂടെ കടന്നു പോയാലേ അവർ ശരിക്കും അവർ അവിടെ പിടിച്ചു നിൽക്കുമ്പോഴാണ് അവർ യഥാർത്ഥമായിട്ടൊരു വിശ്വാസിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉപദ്രവം ഇല്ലാതെ എല്ലാ കാലങ്ങളെല്ലാം സംഗതികളെല്ലാം നന്നായി പോയി ഇരിക്കുമ്പോൾ കർത്താവെ സ്തോത്രം, സ്തുതിയും പാട്ടും പാടുമ്പോൾ അത് ശരിക്കും ശരിയാവണമെന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോഴും കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികൂലമായി നമ്മൾ ചിന്തിക്കുന്നതിന്റെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് മതി എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്നവര്, അതാ യഥാർത്ഥമായിട്ട് ദൈവത്തെ മനസ്സിലാക്കിയ ഒരു ജനക്കൂട്ടം. പ്രിയപ്പെട്ടവരെ, സ്മിർനയ്ക്ക് അവിടെ വന്ന സംഭവം എന്തോന്നറിയാമോ? അവർ വളരെ പ്രതികൂല ചുറ്റുപാടിൽ കൂടെ പോയത്. അവിടെ പറയുന്നത് 9ാം വാക്യത്തിൽ പറയുന്നത്, ഒന്ന് വായിക്കാൻ പറ്റുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അതിൽ കൂടെ തന്നെ 10 കൂടെ വായിക്കാം. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഓക്കെ, അവിടെ ഈ കുറച്ചു കാലങ്ങളേ ഉള്ളൂ. കറക്റ്റ് 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാരുടെ കീഴിലെ വാഴ്ചകളെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വളരെ ഉപദ്രവം കൂടെ കടന്നുപോയ ഒരു സഭാകാലങ്ങളായിരുന്നു. അവിടെ പറയുന്നത് നീ കടന്നുപോയ നീ കഷ്ടവും ദാരിദ്ര്യം ഉണ്ടായിരുന്നു.
അവർക്ക് പുറമേയുള്ള കഷ്ടം മാത്രമല്ല ദാരിദ്ര്യം കൂടെ ഉണ്ടായിരുന്നു. ബട്ട് അവിടെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുവാ ധനവാൻ ആകുന്നു. കർത്താവിലെ ധനവാന്മാരായിരുന്നു. ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് വിശ്വസിക്കുന്നവരെ അവരുടെ സമ്പത്ത് കൂടെ അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു വിശ്വാസ നിമിത്തം. ബട്ട് കർത്താവ് അനുവദിച്ചത്, കർത്താവ് ഇത് തടയാൻ പറ്റാത്തതുകൊണ്ടായിരുന്നോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അവരെ കൂടെ അത് അനുവദിച്ചപ്പോൾ ഏറ്റവും തികഞ്ഞ സഭയായി മാറിത്തീരുന്നു. ഈ കഷ്ടതയിൽ കൂടെ കടന്നുപോയി പോകുമ്പോൾ സാഹചര്യങ്ങളില് ദൈവമക്കൾ കൂടുതൽ ബലമാണ് പ്രാപിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, കഷ്ടം വരുമ്പോൾ കഷ്ടതകൾ നമ്മൾ ദൈവം അനുവദിക്കുന്നത് നമ്മളെ എന്ത് ചെയ്യണം? കുറെ കൂടെ ശക്തിപ്പെടുത്താനാണ്, കുറെ കൂടെ കർത്താവിനെ ആശ്രയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങൾ വരുമ്പോൾ ഉടനെ തളർന്നു പോയ ദൈവമേ എന്തിനാ ഈ കഷ്ടം നിലവിളിക്കാനല്ല, കർത്താവെ ഇത് മുഖാന്തരം എന്നെ അങ്ങേ ആശ്രയിക്കാൻ, അങ്ങ് മതിയായവനെന്ന് അറിയാൻ വേണ്ടി എന്നെ കർത്താവെ ഞാൻ നിരാശപ്പെടാതെ ഞാൻ സഹിക്കാൻ വേണ്ടിയുള്ള കൃപ തരണമേ എന്നുള്ളത് നമ്മൾ 2-3 പേരെല്ലാം പ്രാർത്ഥിച്ചല്ലോ. ഡയാലിസിസ് കൂടെ പോകുന്ന പ്രതിസന്ധികൾ കൂടെ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിശ്വാസത്തെ ഓരോ ദിവസം ദൈവം ബലപ്പെടും. ഞാൻ ആ 12 വയസ്സ് 12ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞിനെ കാണുമ്പോൾ വളരെ ശക്തിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ്, ബിലീവേഴ്സിലാണ്. അവള് 4 വർഷമായിട്ട് ഇവിടെ 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 3 വർഷമായിട്ടുണ്ട്. എങ്ങനെ കർത്താവ് താങ്ങി നിരത്തില്ല, ഒരു സ്റ്റഡി ഇൻകം ഇല്ല, നല്ല രീതിയിൽ കർത്താവ് അവരെ നയിക്കുന്നുണ്ട്. ബിലീവേഴ്സിലെ ഡോക്ടേഴ്സ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ നീ പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. 3 പ്രാവശ്യം അവിടെ ഡയാലിസിസിന് വേണ്ടിയ സാഹചര്യങ്ങൾ കൂടെ ഒരുക്കി തരുന്നു. ദൈവം പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം അവർക്ക് വിടുതൽ ഒരുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ കഷ്ടതകൾ കൂടെ ഞാൻ കണ്ടത് അമ്മയും മോളും വളരെ വിശ്വാസത്തിൽ മുറുകെ വളരെ ധൈര്യത്തോടെ നിൽക്കുക. അതുകൊണ്ട് അവരെ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞ് തളർത്താൻ സാധിക്കത്തില്ല. കർത്താവ് അവരെ വിടുവിക്കുന്ന വിടുതലെ ഞാൻ കണ്ടത്. സാധാരണ രീതിയിൽ നല്ല രീതിയിൽ പോകുന്ന വിശ്വാസി എന്ന് പറയുന്ന ആൾക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ കർത്താവിനെ ചഞ്ചലം ആളുകളെ പോലെ അല്ലായിരുന്നു ഈ മകളെയും മാതാവിനെയും കാണുന്നു. കർത്താവ് കഷ്ടതയെ കൂടെ ദൈവത്തിന്റെ വിശ്വസതയെ അവർ മനസ്സിലാക്കി അവർ കണ്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ കഷ്ടതയെ നമ്മുടെ ജീവിതങ്ങൾ കർത്താവ് അനുവദിക്കുമ്പോൾ ആ നമ്മൾക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മളെ കുറെ കൂടെ കർത്താവിനെ ആശ്രയിക്കാൻ നമ്മൾ ഈ പ്രദേശങ്ങളിൽ ഈ സമയങ്ങളിൽ ഇന്ത്യയിലും കൂടെ പല പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന പല സഭകളെ നമ്മൾ കണ്ടല്ലോ. ആ സമയങ്ങളിൽ ആ കഷ്ടതകൾ വരുമ്പോൾ അവരെ ഒന്ന് കുലുക്കി അവർ കർത്താവിനെ ഒന്ന് കൂടുതൽ മുറുകെ പിടിക്കാനാണ് കർത്താവ് ഇത് അനുവദിക്കുന്നത്. കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ ആണല്ലോ പൗലോസും സീലാസും ആ കാരാഗ്രഹത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ആണല്ലോ ആ ഫിലിപ്പിയൻ ജയിലറെ കണ്ട ആ കുടുംബം മുഴുവനും കർത്താവിനെ അറിഞ്ഞു. അപ്പോൾ ആ ജയിലിലെ കാരാഗ്രഹത്തിൽ പോയപ്പോഴാണല്ലോ അവരെ ഈ കൂട്ടം തന്നെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അനുവദിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കർത്താവ് നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കും പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. നമ്മളൊന്ന് എടുത്തു പറയട്ടെ, ഈ സ്മിർന എന്ന് പറയുന്ന സ്ഥലത്താ ഇപ്പോഴും സഭ അവിടെ ഉള്ളത്. ഇത് ടർക്കി പ്രദേശങ്ങളിലുള്ള സഭകളെ കുറിച്ച് അവിടെ 7 സഭകളെ കുറിച്ച് അവിടെ പറയുന്നെങ്കിലും കൂടെ ഈ സ്മിർന എന്ന് പറഞ്ഞ ഈ സ്ഥലത്താ ഇപ്പോഴും ഒരു സഭയുടെ ഒരു സാക്ഷ്യം അവിടെ ഉണ്ട്. 3-ാമത്തെ, അതുകൊണ്ട് കഷ്ടം നമ്മൾ അനുവദിച്ചാൽ പ്രിയപ്പെട്ടവരെ, കഷ്ടതകൾ വരുമ്പോൾ ദൈവം നമ്മളെ ബലപ്പെടുത്താനോ നമ്മൾ ധന്യരാക്കി തീരാൻ, വിശ്വാസത്തിൽ കർത്താവിനെ ധന്യരാക്കി തീർക്കാനോ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടോ വന്ന ഉടനെ നമ്മൾ ക്ഷീണിക്കേണ്ട ആവശ്യമല്ല. കർത്താവിനെ ആശ്രയിച്ചാൽ മാത്രം മതി. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നമ്മൾ ആത്മീയമായിട്ട് ധന്യരായി തീരും. 3-ാമത്തെ സഭയിലേക്ക് പോവാം. 12-ാം വാക്യം തൊട്ട് 10-17 വരെ ആരും വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 17. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലയ വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത
ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇവിടെ പറയുന്ന ഈ സഭയുടെ വിശേഷത എന്ന് പറയുമ്പോൾ, ആ സ്മരണ സഭയെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പെർഗമോസ് എന്നുള്ള സ്ഥലത്താണ്. ഇത് അതേ ആ പ്രദേശങ്ങളിലുള്ള ഒരു സഭയാണ്. ഈ സഭയുടെ വിശേഷത കാണുമ്പോൾ നമ്മൾ കാണും കർത്താവ് പറയുന്നത്, രണ്ട് ഇരുവായി മൂർച്ചയുള്ള വാളിനെ ആയിരിക്കുന്ന ഞാൻ പറയുന്നു. കർത്താവ് എങ്ങനെയാ അത് വചനത്തെ കുറിച്ചാണ് പറയുന്നത്. വചനത്തെ സംബന്ധിച്ച് ഈ സഭ എന്ത് പറ്റി? ഒരു കോംപ്രമൈസിലേക്ക് വരുന്ന ഒരു സ്വഭാവം. വചനം കർത്താവ് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. വചനം നമ്മുടെ കൈതരിമകൾ, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് ആദരിക്കാനും അത് അനുസരിക്കാനും അതിനെ ഒരു രീതിയിലും അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഇല്ലാത്ത ഒരു സഭയെ കർത്താവ്, ഒരു വിശേഷതയെ നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരും ഇഷ്ടം പോലെ അത് തർജ്ജമപ്പെടുത്തി അത് വ്യാഖ്യാനപ്പെടുത്തി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ കർത്താവ് പറഞ്ഞ വചനത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി ഇത് മാറിത്തീർന്നു. കഷ്ടതയെ കഴിഞ്ഞിട്ട് പിശാച് മനസ്സിലാക്കി ഈ കഷ്ടത കൊടുത്ത് അനുവദിച്ചാൽ ഇത് കൂടുതൽ ഇവര് ധൈര്യപ്പെട്ട് വരുമെന്ന് പിശാചിനൂടെ മനസ്സിലാക്കി. പിശാച് എന്ത് പറ്റി? വേറൊരു തന്ത്രം ഇറക്കി. എങ്ങനെ ഇറക്കി? കുറെ കൂടെ വിശാലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി. എങ്ങനെ തന്നു? അവിടെ ഈ കാലഘട്ടത്തിലാ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി വന്നത്. ഈ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റൈൻ എന്നുള്ള ഒരു ചക്രവർത്തി വന്ന് ആ ചക്രവർത്തി എന്ത് ചെയ്തറിയാമോ? ക്രിസ്ത്യാനിത്വത്തെ സ്വന്തമായിട്ട് പുള്ളിയുടെ സ്വന്തം മതമായിട്ട് ഏറ്റെടുത്തു. അതിന്റെ ചരിത്രം പറയുന്നത്, അയാൾക്കൊരു ദർശനം ഉണ്ടായി. ആ ഒരു യുദ്ധത്തിന് പോയ സമയത്ത് ദർശനം ഉണ്ടായപ്പോൾ ഒരു ക്രൂശിനെ കണ്ടു. തോൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അയാൾ തോറ്റില്ല, വിജയം അവിടെ ആ യുദ്ധത്തിൽ സംഭവിച്ചപ്പോൾ ആ മനുഷ്യന് പിന്നെ ഈ ക്രൂശിനെല്ലാം കണ്ടപ്പോൾ ആ ദർശനം കണ്ടു, ക്രിസ്ത്യാനികളുടെ ദൈവം യേശു എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഈ ക്രിസ്തീയ മതത്തെ സ്വന്തമാക്കി. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റൈൻ വന്ന് ഭരിച്ച സമയങ്ങൾ ആ നൂറ്റാണ്ടിൽ എവിടെ 313 നൂറ്റാണ്ട് തൊട്ട് 570 കാലഘട്ടത്തിലാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവിടുത്തെ ഭരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും, ആ ടർക്കി പ്രദേശങ്ങൾ മുഴുവനും എന്തു ചെയ്തു? ഒരു ക്രിസ്തീയ മതത്തിന്റെ ഒരു സാവകാശവും അവിടെ ഒരു ചെറിയ അനുകൂലവും എല്ലാം തന്നപ്പോൾ സഭ ആ പീഡനത്തിന് എന്തുമായി തീർന്നു? ഫ്രീ ആയിട്ട് രാജാവ് തന്നെ ക്രിസ്ത്യാനിയായി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ഭരണകൂടം തന്നെ ക്രിസ്ത്യാനികൾക്ക് വളരെ അനുകൂലങ്ങൾ കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യും? നമ്മളെ വിശാലമായിട്ട് ജീവിക്കാൻ തുടങ്ങും. നമ്മൾ അനുകൂലങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ കുറെ കൂടെ ഭരിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പിശാച് അവരെ അനുവദിച്ചെന്ന് വേണേ നമുക്ക് ചിന്തിക്കാം. ദൈവം ഈ കാര്യങ്ങളെല്ലാം കണ്ട് അനുവദിച്ചു. അതുകൊണ്ട് ദൈവം അവിടെ വോൺ ചെയ്യുക ചെയ്തത്. ഇത് വരുന്ന മുമ്പ് തന്നെ കർത്താവ് വോൺ ചെയ്ത് ഇങ്ങനെ ഒരു കാലം വരും. എന്തോ നിങ്ങൾ ചെയ്യണം. അവിടെ എന്തോ സംഭവിച്ചു? ഇരുവാഴത്തുള്ള വ്യക്തിയെ അവിടെ പറയുന്നത് നമ്മൾ വചനത്തിന് എന്തെല്ലാം സാഹചര്യം ആയാലും വചനത്തിന് ഒരു കോംപ്രമൈസ് പാടില്ല എന്നുള്ള രീതിയിൽ സാത്താന്റെ സിംഹാസനം അവിടെ ഉണ്ട്. ചില സ്ഥലങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ. സാത്താൻ എല്ലായിടത്തും ഉണ്ട്. ചിലയിടത്ത് വളരെ കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാനുണ്ട് ഇന്ത്യയിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നമ്മൾ എത്ര സുവിശേഷം അവിടെ പറഞ്ഞാലും അവിടെ കൊള്ളാത്ത സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചില ജാതികളും കൊണ്ടുണ്ട്. അവരുടെ അടുത്ത് എത്ര സുവിശേഷം പറഞ്ഞാൽ അവിടെ അവർ സ്വീകരിക്കാൻ, ബിക്കോസ് അവരെ പിടിച്ചിരിക്കുന്ന ചില ശക്തികളുണ്ട്. അവരെ കണ്ണുകളെ മുറുക്കി പിടിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ചില കൂട്ടരെ നമുക്ക് എത്ര അവരുടെ ഇടയിൽ പ്രവർത്തിച്ചാലും വളർന്ന് മുന്നോട്ട് വരാൻ അവർ സുവിശേഷം എത്ര കേട്ടാലും അവർ മുന്നോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥലവും ഈ സ്ഥലസഭയും ഈ സാഹചര്യവും കൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും.
അവിടെ എന്താ ചെയ്തു? ഒരു വാർണിംഗ്. അവിടെയും പ്രതിസന്ധികളുണ്ട്, അവിടെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സാത്താന്റെ കോട്ടയുടെ മധ്യത്തിലുണ്ടെങ്കിലും അവിടെ ഒരു രക്തസാക്ഷി ആന്റിപ്പസ് എന്ന് പറഞ്ഞ ഒരാൾ സാക്ഷിയും എല്ലാം അവിടെ ഉണ്ടായെങ്കിലും കൂടെ, ഇതിനെല്ലാം അവർ മുറുകെ പിടിച്ച് അവരതിനെല്ലാം സഹിച്ചെങ്കിലും കൂടെ നിങ്ങൾക്കൊരു കുറവുണ്ട്. എന്താ കുറവ്? നിങ്ങൾ ബാലാമിന്റെ ഉപദേശം, ഇവരുടെ മൂന്നാമത്തെ സഭയുടെ കുറവ് എന്ത് ചെയ്തു? എന്തുവായിരുന്നു കുറവ്? ബാലാമിന്റെ ഉപദേശം. എന്തുവാ ബാലാം ഉപദേശിച്ചത്? കുറെ ഇസ്രായേൽ ജനങ്ങളോട് ചില ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവിന്റെ അടുത്ത് ചില ഇസ്രായേൽ ജനങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഈ ദൈവജനത്തെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് അതിന്റെ സൂചനകൾ ചിലത് ഈ കള്ളപ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ്. അങ്ങനെ ഈ മൊഹാബ് രാജാവ് ബാലാക്കിന് ഈ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ എന്തു സംഭവിച്ചു? ഇസ്രായേൽ ജനങ്ങൾ പാപത്തിൽ വീഴാൻ തുടങ്ങി. അവരെ അന്യജാതി സ്ത്രീകളെ വിവാഹം കഴിക്കരുത്. എന്താ കാരണം? അവരെ കഴിച്ചാൽ അവരെ ദൈവങ്ങളെ കൊണ്ടുവന്ന് അവർ അങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം വേറെ അവർ വിചലിച്ചു പോകുന്നില്ല, അവർ കോംപ്രമൈസ്ഡായി പോകുന്നില്ല മനസ്സിലാക്കി ചില നിയമങ്ങൾ കർത്താവ് ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തു. ബട്ട് ഈ ബാലാം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഉപദേശങ്ങളെ കലക്കി മാലിന്യപ്പെടുത്തുക കാരണമായി തീർന്നു. അതാണ് എടുത്തു പറയുന്നത്. സഭാജീവിതത്തിൽ നമ്മൾക്ക് കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, ഉപദേശങ്ങൾ വരുമ്പോൾ, വേണ്ടാത്ത കാര്യങ്ങൾ സഭകളിൽ ലോകം കയറി വരുമ്പോൾ നമ്മൾ ഇല്ല, വേണ്ട എന്ന് പറയാനുള്ള സാഹചര്യം നമുക്ക് വേണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളും നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, എല്ലാവരുടെ വീടുകളിലും TV ഉണ്ട്, എല്ലാ ഫ്രീഡം ഉണ്ട്. ഞാൻ ചെറുപ്പകാലത്തിലെല്ലാം വളർന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോഴും പറയട്ടെ, ഒരു സിനിമാ തിയേറ്ററിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം സിനിമാ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ ആ രീതികൾ അങ്ങനെയായിരുന്നു. അപ്പച്ചനോ അമ്മച്ചോ ഞങ്ങൾ അടിച്ചൊന്നും പോകണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ എന്തോ കയ്യിലെ സിനിമാ തിയേറ്റർ ഉണ്ട് എല്ലാവരുടെയും. കയ്യിലിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ പ്രിയപ്പെട്ട നമ്മൾ വന്നിരിക്കും. എന്തൊരു കാലത്തിന്റെ ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ ഞങ്ങളുടെ ക്വാഡ്രാങ്കിളിൽ എല്ലാ ആഴ്ചയും 2 സിനിമ അവിടെ കാണിക്കും. ഞാൻ പോകത്തില്ലായിരുന്നു. ചില പറയുന്ന നല്ല സിനിമ സാം ബാ എന്ന് പറയും, എന്റെ റൂംമേറ്റ്സ് വിളിക്കും. ഞാൻ പോകത്തില്ല. എന്തിനാ നമ്മുടെ സമയം കളയുന്നത്? ബട്ട് ഇപ്പോഴോ നമുക്ക് കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കാണുന്ന വിശ്വാസികളെല്ലാം കണ്ണടച്ച് സിനിമാ തിയേറ്ററിലും പോകുന്നുണ്ട്. വീട്ടിൽ കാണുന്നത് മാത്രമല്ല, തിയേറ്ററിലും പോകും. ഞാൻ ആൾക്കുന്നത് എന്തൊരു വ്യത്യാസമാണ്. പണ്ട് കാലത്ത് അപ്പന്മാരെല്ലാം മക്കള് ഫുട്ബോൾ മാച്ച് കാണാൻ കൂടെ വിടത്തില്ല അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അകത്ത് എന്തോ നമ്മളെല്ലാം ഫുട്ബോളും ക്രിക്കറ്റെല്ലാം കളിക്കുന്നത്. ആ കാലത്ത് ഫുട്ബോൾ മാച്ച് കൂടെ കളിക്കാൻ വിടത്തില്ലായിരുന്നു. അതെല്ലാം ആഡംബരമാ, ലോകത്തിന്റെ വഴി. ഇപ്പോ ഫുട്ബോൾ മാച്ച് ഒന്നും തെറ്റൊന്നുമില്ല, ക്രിക്കറ്റ് മാച്ചൊന്നും കാണുന്നതിന് തെറ്റില്ല. ബട്ട് എല്ലാത്തിനും ഒരു അളവുണ്ട്. എല്ലാത്തിനും ഇപ്പൊ നമ്മുടെ ദൈവമക്കൾ കൂടെ സിനിമാ തിയേറ്ററിലാണ് പോകുക. എനിക്ക് അത്ഭുതം തോന്നുന്നത്. സിനിമാ തിയേറ്ററിൽ എന്തൊക്കെ പാപം അവിടെ ഇല്ലാത്തത്, ലോകത്തിന്റെ ഇൻപങ്ങൾ ഇല്ലാത്ത കാണാത്ത പല കാര്യങ്ങളും അവിടെ കാണുമ്പോൾ, ദൈവമക്കളും കൂടെ അവിടെ പോകുമ്പോൾ നമുക്ക് തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? നമ്മളും ആ മാലിന്യത്തിലേക്കാണല്ലോ നമ്മളും പോകുന്നത്. ഇപ്പൊ നമുക്ക് ആ ചിലരെല്ലാം പോകുന്ന കണ്ടാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ആ ഒരു ലൈൻ ഓഫ് ഡിവൈഡ് ഉണ്ടല്ലോ. നമുക്ക് പാടില്ല, അത് ഇങ്ങനെ ഒരു കോംപ്രമൈസിംഗിലേക്കായി സഭ വന്നത്. അപ്പൊ സഭാ ജീവിതത്തിൽ പിശാച് വരുമ്പോൾ വലിയ ആ പാപം കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരത്തില്ല. അവൻ പെതുക്കെ കോംപ്രമൈസസ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നത് കോൺസ്റ്റന്റൈൻ ഒരു ചെറിയ സ്വപ്നം കൊണ്ടു തന്നു. കോൺസ്റ്റന്റൈൻ പറഞ്ഞു, ഇനി എന്റെ മതം ക്രിസ്തീയ മതം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇവിടെ നിക്കോളത്തർ എന്ന് പറഞ്ഞ അടുത്തൊരു പ്രമാണം വന്നിട്ടുണ്ട്. നിക്കോളത്തറിന്റെ പ്രമാണം കൂടെ നിങ്ങൾ അനുവദിക്കുന്ന പറഞ്ഞ അതിനർത്ഥം എന്തുവാ? ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്കെല്ലാം അവിടെ പുരോഹിതന്മാരായി, സ്ഥാനമായി, അധികാരമായി. ആലോചിച്ച് നോക്കണേ, ആ സമയത്ത് ആ പുരോഹിതന്മാർക്കെല്ലാം ബലം പ്രാപിച്ചു. രാജാക്കന്മാരെ കൂടെ വാഴ്ത്താനുള്ള ശക്തി അവർക്ക് ലഭിച്ചപ്പോൾ ആലോചിച്ച് നോക്കണേ, സാധാരണ വിശ്വാസികൾ ഇപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഭകളിലെല്ലാം ഒന്ന് നോക്കുമ്പോൾ ഇച്ചിരി ആർക്കെങ്കിലും അധികാരം കൊടുത്താൽ, അത് നമ്മൾ ഭൗതികമായിട്ട് കൊണ്ടുവന്നാൽ അധികാരം വന്നാൽ അവരുടെ എല്ലാം കാര്യം നോക്കുമ്പോൾ നമ്മൾ എത്ര അഹങ്കാരത്തിലോട്ട് നിൽക്കുന്നത്. അതേ സമയത്ത് ദൈവം കൂടെ ഇല്ലാതെ സഭകളിലെ അധികാരം വന്നാൽ എന്തോ ആയിത്തീരും.
ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവമക്കൾ തെറ്റിപ്പോയാൽ സാധാരണ ദൈവത്തെ അറിയാത്ത ജനങ്ങളെക്കാട്ടിലും മെച്ചമാകുമോ മോശമാവും. ബിക്കോസ് ദൈവനാമം കൂടെ അവിടെ ദൂഷിക്കപ്പെടുന്നത്. ദൈവമക്കൾ ദൈവത്തെ അറിയാതെ ജീവിക്കാൻ തുടങ്ങിയാൽ സാധാരണ ലോകമക്കൾ ജീവിക്കുന്നതിനെക്കാട്ടിലും മോശമായി തീരും. ബിക്കോസ് അവിടെ പിശാചും കൂടെ സഹായിക്കും. മറ്റേത് ദൈവം അവന്റെ ജഡമോ അവന്റെ വഴിക്കാണ് പോകുന്നത്. അപ്പൊ ദൈവമക്കൾ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കാൻ തുടങ്ങിയാൽ അത് ലോകമക്കളെക്കാട്ടിലും മോശമായി തീരാനുള്ള സാഹചര്യമുണ്ട്. എന്താ കാരണം? പിശാചും കൂടെ അവനെ സഹായിക്കും. പിശാചും കൂടെ കൂടുതൽ അങ്ങോട്ട് ഉത്സാഹം കൊടുക്കും. എന്താ? ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടാം. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. മാലിന്യം കുറച്ചായിട്ട് വരുന്നുണ്ട്. നമ്മൾ എവിടെ വേണ്ടാന്ന് പറയുന്ന നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടോ? ലോകത്തിന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദിവസങ്ങളെല്ലാം പിള്ളേർക്ക് എടുത്ത ക്ലാസ്സസ് എല്ലാം അവർ പറയുന്ന കേട്ട് മൊബൈൽ എടുത്താൽ ഇത്ര സമയമേ നമ്മൾ നോക്കാവൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ മാതാപിതാക്കന്മാർ പൈതങ്ങൾ പഠിക്കുന്ന മൊബൈലെ ശ്രദ്ധിക്കണം. എന്തെല്ലാം കാണുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ സമയം അല്ലാതെ പഠിത്തത്തിന് വേണ്ടിയെല്ലാം മൊബൈൽ ഉപയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അവർ പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഇച്ചിരെല്ലാം മൊബൈൽ കാണട്ടെ എന്ന് വിട്ടുവീഴ്ച പാടില്ല. പ്രിയപ്പെട്ടവരെ, ചെറിയ വിട്ടുവീഴ്ച മതി. അവർക്കൊരു സമയമുണ്ട്. അവർക്ക് മൊബൈൽ കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, മൊബൈൽ വായിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ചെറിയ ഒരു അലവൻസ് കൊടുത്താൽ മതി. ഞങ്ങളുടെ കുഞ്ഞ് ലില്ലിയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ അലവൻസ് കൊടുത്താൽ പിന്നെ അടുത്ത പ്രാവശ്യം അവളുടെ അധികാരമായിട്ട് ചോദിക്കും. അപ്പൊ ലില്ലിയുടെ അടുത്ത് ഞങ്ങൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ കൊടുക്കണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി അലവൻസ് കൊടുത്താൽ പിന്നെ നാളെ അവർ ഡിമാൻഡ് ചെയ്ത് വരും. അതുകൊണ്ട് തിരുത്തിന്റെ സമയത്ത്, നമ്മൾ വരയ്ക്കേണ്ട സമയത്ത് വര വെച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പെർഗമസിന്റെ സംഭവിച്ചതാ. അവർക്ക് ദൈവം പറയും, നിങ്ങൾക്കൊരു കുറവുണ്ട്. ഈ ബാലാമിന്റെ ഉപദേശം അവിടെ വന്നു. എന്തുവാ ബാലാം പറഞ്ഞ്? ഇത് ലോകമകത്ത് കയറി വന്നു. ദൈവത്തിന്റെ വഴികളെ വിട്ട് ആ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. നിക്കോളത്തിയസിന്റെ സ്വഭാവം തുടർന്ന് ഇത് അവർ സഹിക്കാൻ തുടങ്ങി. അവർക്ക് പല ത്യാഗങ്ങളും ഉണ്ടായിരുന്നു. പല രീതിയിലും അവർ കർത്താവിനെ മരണത്തോളം വരെ പിടിപ്പിച്ച സാക്ഷികളായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? ഒരു സാന്നുള്ള മട്ടത്തിൽ ചില ഇൻപങ്ങളെ, ചില കോംപ്രമൈസസ്, ചില കാര്യങ്ങള് അവരുടെ ജീവിതങ്ങളിലും ഈ സഭാ ജീവിതങ്ങളും അനുവദിച്ച് അവിടെ കോൺസ്റ്റന്റൈൻ ചെന്ന അനുകൂലങ്ങളെല്ലാം സ്വന്തമാക്കി അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ സഭ എന്താ പറ്റി? കർത്താവ് വെളിയിൽ പോകേണ്ട നിലയിലായി തീർന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാം. നിങ്ങൾക്കൊരു കുറവുണ്ട്. ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. സ്നേഹമല്ല, മാലിന്യം അവിടെ വരാൻ തുടങ്ങിയത്. പിന്നെ സ്നേഹത്തെ കുറിച്ച് പറയാൻ തുടങ്ങുമോ? അപ്പോസ്തല കാലത്ത് സ്നേഹമാ ഒരു കുറ്റമായിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ അതല്ല, അതിനെക്കാട്ടിലും കോംപ്രമൈസിങ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരു കോംപ്രമൈസിങ് ചർച്ചായിട്ട് മാറിത്തീർന്നു സഭ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കോംപ്രമൈസസ് ആയിട്ടുണ്ടോ? നമ്മുടെ ജീവിതങ്ങളിലെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ നമ്മൾ വെളിയിലുള്ള ലോകത്തിന്റെ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വേണ്ട എന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ നിൽക്കുന്ന പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവരുടെ നമ്മൾക്ക് ഏതെല്ലാം കാര്യത്തിൽ നമുക്കൊരു ലൈൻ ഉണ്ടോ? ദൈവ മകനാ ഞാൻ, ദൈവ മകളാ ഞാനിത് എനിക്ക് ചെയ്യാൻ പാടില്ല, എനിക്കിത് സാധിക്കത്തില്ല, ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല, വചനം ഇത് എനിക്ക് ഒരു രീതിയിലും ദൈവത്തിന്റെ നാമത്തിൽ അത് മഹത്വപ്പെടുത്തത്തില്ല എന്നൊരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടോ? നമ്മൾ വരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോണം. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലും പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാതെ പോയാൽ ബാക്കി ത്യാഗങ്ങളെല്ലാം നമ്മൾ ചെയ്യുമായിരിക്കും, ബാക്കി വളരെ അധ്വാനിക്കുന്നതായിരിക്കും. ബട്ട് കോംപ്രമൈസ് ഒരു ഭാഗത്ത് തുടങ്ങി വളരെ ത്യാഗം മറ്റേ ഭാഗത്ത് ചെയ്തിട്ട് ഇവിടെ കോംപ്രമൈസ് തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദോഷത്തിലേക്ക് അത് നയിക്കുന്നുള്ള ഒരു സംശയമില്ല. ഈ പെർഗമ സഭ കഴിഞ്ഞിട്ട് അടുത്ത സഭയിലേക്ക് ഞാൻ എടുക്കാൻ സമയമില്ല. അടുത്ത സഭയിലേക്ക് പോകുമ്പോൾ അതൊരു കറപ്റ്റ് ചർച്ചായി തീർന്നു, പൂർണ്ണമായിട്ട് മാലിന്യമായിട്ട് ഒരു ചർച്ചായി മാറി. ഇത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ അവിടെ വന്നു ചേർന്നത് ഇതൊക്കെ നിറഞ്ഞ സഭയായി തീർന്നു, തയട്ര സഭ. ഇത് അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ കാണാം. അത് 590 നൂറ്റാണ്ട് തൊട്ട് 15-17 നൂറ്റാണ്ട് വരെ കാലഘട്ടമായിട്ടാണ്
നമുക്കത് കണക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഒത്തിരി നമ്മൾ കേട്ടിട്ട് കർത്താവ് വാർണിംഗ് തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് എച്ചരിക്കകൾ തന്നിട്ടുണ്ട്. കർത്താവ് നമ്മൾ വ്യക്തമായിട്ട് നമ്മളൊക്കെ വീണ്ടും ആവർത്തിച്ച് തന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി എടുത്തിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലൊക്കെയും ഇവിടെ വരച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു വാക്ക് പറയുന്നത്, ചെവി കേൾക്കുന്നവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തുവാ ആത്മാവ് പറയുന്നത്? ചെവിയുള്ളവൻ കേൾക്കാൻ. നമുക്ക് ആർക്കെങ്കിലും ചെവിയുണ്ടോ? ദൈവാത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവിയുണ്ടോ? കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് കർത്താവെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് നിങ്ങൾക്ക് പറയുന്നത്. ദൈവത്തിന് ഒരു കോംപ്രമൈസ് ഇല്ല. കർത്താവ് ഒരിക്കലും ഒരു രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. കർത്താവ് വരാനതൊക്കെ നമ്മൾ വരച്ച് നമുക്ക് എച്ചരിക്കയായിട്ട് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇത് പണി വരാനുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും കൂടെ ഇതുപോലെ സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ തിരുത്തിൻ്റെ സമയമുണ്ട്. നമ്മൾ മനം തിരിഞ്ഞ് വരാനാ പറഞ്ഞു. മനം തിരിഞ്ഞ് വന്നില്ലെങ്കിൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ മനം തിരിഞ്ഞ് വന്നാൽ ഇവിടെ പറഞ്ഞു, നിനക്ക് ഇടം മങ്ങാൻ തരുമെന്ന്, നിനക്ക് വൈറ്റ് സ്റ്റോൺ തരുന്നു. അവിടെ എന്തോ അർത്ഥം പറയുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ തരുന്നത്? ഐ ഗിവ് യു വൈറ്റ് സ്റ്റോൺ. ജയിക്കുന്നവർക്ക് ഒരു വലിയ സമ്മാനമാണ്. അവസാനം 17-ാം വാക്യം. ഇടൽ മന്ന പറഞ്ഞ ജീവിക്കുന്ന കർത്താവിനെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് നമ്മളെ വിജയരായിട്ട് നമ്മളെ കണക്കാക്കും. അതുകൊണ്ട് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ വിജയരായിട്ടുള്ള ആ വൈറ്റ് സ്റ്റോൺ കർത്താവ് തരും, നമുക്ക് മന്ന തരും, നമ്മൾ നിത്യജീവന്റെ അവകാശികളായി തീരും. അതുകൊണ്ട് ഇരുപാൽ ആയ ദൈവത്തിന്റെ വചനത്തിന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ. എവിടെയെങ്കിലും നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കോംപ്രമൈസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒന്ന് മടങ്ങി വന്നില്ലെങ്കിൽ, കർത്താവ് നമുക്കെല്ലാ വാണിംഗ് തന്നിട്ട് നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തമ്മക്കറിൽ നമ്മളെ തന്നെ പറഞ്ഞിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, 7 സഭകൾക്ക് അങ്ങ് ആ കാലത്ത് അവിടെ നടക്കുന്ന സാഹചര്യങ്ങളും വരാനുള്ള കാലഘട്ടത്തെ കുറിച്ചുകൂടെ വരച്ച് തന്നപ്പോൾ കർത്താവെ, ഞങ്ങൾ എത്രയോ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവെ, പിശാച് ഒരു സമയത്ത് ഉപദ്രവത്തിൽ കൂടെ വിട്ടപ്പോൾ അവൻ വരച്ച് ഇവരെ ഒന്ന് ശോഷിപ്പിച്ച് ഇവരെ ഒന്ന് കളഞ്ഞ് മുറുക്കി ദൈവത്തെ തള്ളി പറഞ്ഞ് അവർ പോയി കളയാമെന്ന് ചിന്തിച്ചു. എങ്കിലും ആ സ്പിർണ സഭയിലെ നമ്മൾ കണ്ടത്, അവർ കൂടുതൽ ബലം പ്രാപിച്ച് ശക്തരായിട്ട് അവിടെ നിന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അവനെടുത്ത പണി കർത്താവെ കുറെ കൂടെ വിശാലമായിട്ട് വഴികൾ തുറന്നു, കുറെ കൂടെ ലോകത്തിന്റെ ഇൻപങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്നു. പീഡനങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ഒരു രീതിയിൽ ചെറിയ പീഡനം ഉണ്ടെങ്കിൽ കൂടെ അതിന്റെ കൂടെ തന്നെ അനുകൂലമായിട്ട് ഒത്തിരി ചുറ്റുപാടുകൾ കൊണ്ടുവന്നു. സഭയെ മാലിന്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും എടുത്തു. കർത്താവ് അവർ ശ്രദ്ധിക്കാതെ പോയപ്പോൾ ആ സഭ മാലിന്യപ്പെട്ട് കറക്റ്റ് ചേർച്ചായിട്ട് പിന്നിൽ നമ്മൾ കാണുന്നതായിട്ട് ഞങ്ങൾ കാണാൻ സാധിച്ചു. കർത്താവെ, അത് ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് സംഭവിക്കാതിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഓരോ രീതിയിൽ ദൈവമക്കൾ എന്നുള്ളൊരു സ്ഥാനം, ദൈവമകനെന്നുള്ളൊരു സ്ഥാനം, മകളെന്നുള്ളൊരു സ്ഥാനം ഞങ്ങൾ വ്യക്തമായിട്ടത് വരച്ച് കാണിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഞങ്ങളെ അങ്ങനെയുള്ള സ്നേഹം നിമിത്തം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങേ സ്നേഹിച്ച് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കേൾവി ഞങ്ങൾക്ക് ഇന്നും അത് സഹായമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് പറയുന്ന കാര്യം എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ കർത്താവെ കേട്ടല്ലോ. ആത്മാവ് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് വരും ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സൗഭാഗ്യവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.